ഹലോ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഈ അപ്ലോഡ് ചെയ്യുന്ന ഈ ഒരു ഓഡിയോ ഇല്ലെങ്കിൽ പോഡ്കാസ്റ്റ് അല്ല, ഈ ഒരു വീഡിയോ എത്ര പേര് കാണും എന്നെനിക്കറിയത്തില്ല. പക്ഷേ ആർക്കെങ്കിലും ചെറിയ രീതിയെങ്കിലും ഒരു മോട്ടിവേഷൻ കിട്ടിക്കോട്ടെ, ഇല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് അപ്ലോഡ് ആക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് കടന്നുപോയിക്കൊണ്ട് ഇരിക്കുകയായിരിക്കും അല്ലേ. എൻ്റെ മലയാളം അത്ര പ്രോപ്പർ അല്ല കേട്ടോ. എന്തായാലും മനസ്സിലാക്കാൻ പറ്റിയ രീതിയിൽ എനിക്ക് സംസാരിക്കാനറിയാം. അപ്പം നമ്മളെല്ലാവരും ലൈഫിൽ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും നിങ്ങൾ. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ റബ്ബ് പടച്ചോനുണ്ടല്ലോ, നമുക്ക് ഒരിക്കലും നമുക്ക് താങ്ങാൻ പറ്റുന്നേക്കാളും കൂടുതൽ വിഷമം നമുക്ക് തരില്ല. നിങ്ങൾ ഖുർആനൊക്കെ ഓതുമ്പം കഴിയുന്നതും ഈ പ്രത്യേകിച്ച് നൊയമ്പൊക്കെ വരാൻ പോകുന്ന ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും നൊയമ്പ് നന്നായി വരട്ടെ. അപ്പോൾ കഴിയുന്നതും ട്രാൻസ്ലേഷൻ വെച്ചിട്ട് ഓതാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. നമ്മൾ സ്ഥിരം ഓതുന്ന ഒരു ആയത്തല്ലേ ആമന റസൂൽ, സൂറത്തുൽ ബഖറയിലെ ലാസ്റ്റ് 2 ആയത്. അതിനകത്ത് ആമന റസൂൽ ബിമാ, അത് തുടക്കത്തിൽ തന്നെ ആദ്യത്തെ ഒരു 2 ആയത്തിനുള്ളിൽ വരുന്നതാണ്. പടച്ചോൻ നമുക്ക് താങ്ങാൻ പറ്റുന്നേക്കാളും കൂടുതൽ വിഷമം നമുക്ക് ഒരിക്കലും തരില്ലെന്ന്. അത് നമ്മുടെ റബ്ബ് നമ്മളെ പ്രോമിസ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ആദ്യം അത് മനസ്സിലാക്കുക, നമുക്ക് താങ്ങാൻ പറ്റുന്നതാണ് ഇത്. ആരൊക്കെ എന്ത് പറഞ്ഞാലും, വീട്ടുകാരും നാട്ടുകാർ എന്ത് പറഞ്ഞാലും നിങ്ങൾക്കത് താങ്ങാൻ പറ്റും. അതുകൊണ്ടാണ് റബ്ബ് നിങ്ങൾക്ക് തന്നത്. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ദുനിയാവിൽ ഒരു പ്രശ്നം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പൈസയുടെ ഇഷ്യൂ ആയിക്കോട്ടെ, ജോലിയുടെ ഇഷ്യൂ ആയിക്കോട്ടെ, ഫാമിലി പ്രോബ്ലം ആയിക്കോട്ടെ, അസുഖങ്ങൾ കൊണ്ട് ആയിക്കോട്ടെ, എന്ത് പ്രശ്നങ്ങൾ ഈ ദുനിയാവിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷനും പടച്ചോൻ ഇറക്കിയിട്ടുണ്ട്. അതിനുള്ള സൊല്യൂഷനും നമ്മുടെ ഖുർആനിൽ തന്നെ ഉണ്ട്. അപ്പം ആ കാര്യം കൂടി മനസ്സിലാക്കുക. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, പടച്ചോൻ ഒരു കാര്യം പ്രോമിസ് ചെയ്തായിരുന്നു. പടച്ചോൻ ഒരു കാര്യം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ തന്നെ അതും വരുന്നത്, നിങ്ങളെ ഞാൻ ടെസ്റ്റ് ചെയ്യും, നിങ്ങളെ ഞാൻ അസുഖങ്ങൾ കൊണ്ട് ടെസ്റ്റ് ചെയ്യും, പിന്നെ പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ട്, ഇല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ പ്രശ്നം കൊണ്ട്, ഓരോ ടെസ്റ്റ് നിങ്ങളെ ഞാൻ ചെയ്യും. ഈ ദുനിയാവിൽ അങ്ങനെ എന്തിനാണല്ലോ നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ പടച്ചോൻ എന്നും പേഷ്യൻസ് ഉള്ള ആൾക്കാരുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ പേഷ്യൻസിനോട് നമ്മുടെ പ്രശ്നങ്ങൾ പടച്ചോൻ ശരിയാക്കും ഉള്ള ഒരു വിശ്വാസത്തിൽ നമ്മൾ പേഷ്യൻസും വെച്ച് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ റബ്ബ് ഉറപ്പായിട്ടും പടച്ചോൻ സഹായിക്കും കേട്ടോ. അത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സ് ഒരിക്കലും ചെറുതാക്കരുത് കേട്ടോ. പിന്നെ ആ ആയത്ത് കഴിഞ്ഞിട്ട്, ഇത് സൂറത്തുൽ ബഖറയിലാണ് വരുന്നത്, ആ ആയത്ത് കഴിഞ്ഞിട്ട് റബ്ബ് ഒരു കാര്യം പറയുന്നുണ്ട്, ഇങ്ങനെ ഞാൻ നിന്നെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്, ഈ പറഞ്ഞ എല്ലാ കാര്യവും. അങ്ങനെ നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തൊരു വിഷമം വരുമ്പോൾ പടച്ചോൻ ചൊല്ലാൻ പറഞ്ഞ എന്താണെന്നറിയോ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളെല്ലാവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ്, മരണത്തിൻ്റെ ന്യൂസ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ മരണപ്പെടുമ്പോൾ മാത്രമാണ് ഇത് പറയേണ്ടത്. അല്ല കേട്ടോ. നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും, വലിയൊരു വിഷമം, നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു വിഷമം, ഇല്ലെങ്കിൽ ആരെങ്കിലും ചതിച്ച് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാൻ കേട്ടോ. പിന്നെ നമുക്ക് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും പടച്ചോൻ്റെ അടുത്തുള്ള വിശ്വാസമല്ലേ, അത് ഒരിക്കലും വിടരുത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ലോകം ഉണ്ടാക്കിയത്, ലൈക്ക് ഈ വേൾഡ്, യൂണിവേഴ്സ്, എവ്രി മൈന്യൂട്ട് തിങ് ഉണ്ടാക്കിയത് നമ്മുടെ റബ്ബ് തന്നെയല്ലേ. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ അല്ലായിടത്തുണ്ട്. നമ്മൾ എന്താണെന്നറിയോ, ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ടല്ലോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ അഡ്വൈസസ് മാതിരി പറഞ്ഞായിരുന്നേ. അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിസ്കരിച്ചിട്ട് നിങ്ങൾ ചോദിക്കുക, നിൻ്റെ റബ്ബിനോട് നീ ചോദിക്കുക. പുറത്തുള്ള ആൾക്കാരുടെ അടുത്ത് പോയി ചോദിച്ചാൽ അവരുടെ അടുത്ത് നിന്ന് ജഡ്ജ്മെൻറ്റ്സും, അവരുടെ അടുത്ത് നിന്ന് നാണക്കേട്, ഇല്ലെങ്കിൽ നമ്മൾ ജഡ്ജ് ചെയ്യുക, നമ്മൾ പുറകിൽ സംസാരിക്കുക, അതൊക്കെ വരുള്ളൂ. എല്ലാവരും നമ്മളെ സഹായിക്കണമെന്നില്ല. പക്ഷേ നീ എത്ര കരഞ്ഞാലും കിഞ്ചി എന്നും പറഞ്ഞാലും നിൻ്റെ റബ്ബ് നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും, ഒരിക്കലും കൈവിടത്തില്ലെന്ന്. അപ്പോൾ തവക്കുൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, പടച്ചോൻ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം, പടച്ചോൻ എന്നെ സഹായിക്കും എന്നുള്ളൊരു വിശ്വാസം. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഞാൻ കഴിഞ്ഞ ദിവസം യാസ്മീൻ മൊഗഹദ് എന്ന് തോന്നുന്നു, ലാസ്റ്റ് നെയിം എനിക്ക് ശരിക്കും ഓർമ്മയില്ല. അപ്പം ഒരു ഇസ്ലാമിക് മോട്ടിവേഷണൽ സ്പീക്കറാണ്, ഒരു ഉസ്താദിയാണെന്ന് എൻ്റെ ഒരു വിശ്വാസം. അപ്പം പുള്ളിക്കാരി ഒരു സ്പീച്ചിൽ പറഞ്ഞത് ഭയങ്കര പവർഫുൾ സ്പീച്ചാണ്. അതിനകത്ത് പറയുന്നത് തവക്കുൽ എന്ന് വെച്ചാൽ എന്താ, നമുക്ക് സൊല്യൂഷൻ ഒന്നും കാണുന്നില്ല, നാളെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. ദാറ്റ് ലൈക്ക്
I don't see the solution and I don't know what is going to happen tomorrow. But I do know one thing, and that is Inna ma'iya Rabbi Sayahdeen. Indeed, my Lord is with me and He will guide me through. എൻ്റെ റബ്ബ് ഉണ്ട്, പടച്ചോൻ എൻ്റെ കൂടെ ഉണ്ട്, എന്നും പടച്ചോൻ എന്നെ ഗൈഡ് ചെയ്യും, പടച്ചോൻ എന്നെ വഴി കാട്ടിത്തരും. അങ്ങനത്തെ വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, ഇഫ് വി ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ്, പടച്ചോൻ നമ്മളൊരു കാര്യം പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടി റബ്ബ് എന്താ പറയുക, ഹീ വിൽ സ്പ്ലിറ്റ് ദ സീസ് ഫോർ അസ് എന്ന് പറഞ്ഞ്, അതായത് മൂസ നബി അലൈഹി സ്വലാമിന് വേണ്ടി കടലിന് നടുക്ക് വഴി ഉണ്ടാക്കി കൊടുത്തില്ലേ, അതുമാതിരി തന്നെ നമ്മൾ വിചാരിക്കാത്ത വഴികളിൽ നിന്ന് നമുക്ക് സഹായം വരും. പക്ഷേ അതിനു വേണ്ടി എന്താ, റബ്ബിനോട് വിശ്വാസം വേണം. ഇത് റബ്ബ് എൻ്റെ നല്ലതിന് വേണ്ടിയാണ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ റബ്ബിനടുത്ത് അടുക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വേണം. അള്ളാഹു ഉറപ്പായിട്ടും സഹായിക്കും. നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്, പടച്ചോനടുത്ത് വിശ്വാസം വയ്ക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, ഈ നമ്മൾ ചെയ്യുന്ന ദുആകൾ ചിലപ്പോൾ ഇന്ന് അതിൻ്റെ ഉത്തരം കിട്ടത്തില്ല, നാളെ കിട്ടത്തില്ല, ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അതിന് ഉത്തരം കിട്ടുക നമുക്ക്. മനസ്സിലായോ? ഒരു മിനിറ്റ്, എനിക്ക് കോള് വരുന്നത്, കട്ട് ചെയ്യട്ടെ. 2-3 ദിവസം അല്ലെങ്കിൽ 2-3 മാസം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. പക്ഷേ നമ്മൾ വിചാരിച്ചതിനേക്കാളും 100 ഇരട്ടി നമ്മളെ സന്തോഷിപ്പിക്കുന്ന രീതിയിലായിരിക്കും നമുക്ക് ഉത്തരം കിട്ടുക അതിൻ്റെ. അപ്പം ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക. ഇപ്പോൾ യൂനിസ് നബി അലൈഹി സ്വലാമിൻ്റെ സ്റ്റോറി അറിയായിരിക്കും, ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ഏതോ ഒരു ഷോർട്ട് വീഡിയോയിലും കാണും. പിന്നെ നമ്മുടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്, മൂസ നബി അലൈഹി സ്വലാമിന് വേണ്ടി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് വേണ്ടി ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ മുമ്പിലുണ്ട് അല്ലേ. അതിന് പറയാനുള്ള ദുആയും ഒക്കെ നമുക്കറിയാം. അപ്പം അവർ ദുആ ചെയ്ത് അതേ റബ്ബിനോടാണ് നമ്മളും ദുആ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ദുആകളും പടച്ചോൻ സ്വീകരിക്കും. ഒരിക്കലും മനസ്സ് ചെറുതാക്കല്ലോ കേട്ടോ. വിശ്വാസം വെക്കുക, തീർച്ചയായിട്ടും നമ്മുടെ സൊല്യൂഷൻ നമുക്ക് എത്തും. എത്ര പേര് ഈ വീഡിയോ കാണും എന്ന് എനിക്കറിയത്തില്ല. ബിക്കോസ് ഒന്നാമത്തെ ഞാൻ എന്താ പറയുക, ക്യാമറ ഓൺ ചെയ്ത് ഫേസ് ടു ഫേസ് അല്ല സംസാരിക്കുന്നത്. അപ്പം ഇത് കേട്ടുകൊണ്ട് എത്ര പേര് ഇരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇത് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ വിശ്വാസം വെച്ചോ, നിങ്ങളുടെ പ്രശ്നം സോൾവ് ആവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും മനസ്സിൽ സമാധാനം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പം റബ്ബിനോട് ദുആ ചെയ്യുക, നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും, ഹലാലായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും പടച്ചോന് സ്വീകരിക്കട്ടെ, പടച്ചോന് നിങ്ങളുടെ ദുആ സ്വീകരിക്കട്ടെ. ശരി എന്നാൽ, അസ്സലാമു അലൈക്കും.